L365 ലാലേട്ടന്റെ 365 പടം ഇപ്പോ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു. പടം ഡയറക്ട് ചെയ്യാൻ പോകുന്നത് ആക്ടർ ഓസ്റ്റിൻ ഡാൻ തോമസ് ആണ്. ഇതൊരു പോലീസ് പടമാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ഒരു പോലീസ് ഓഫീസറെ എത്താൻ പോകുന്ന ഒരു പടം കൂടിയാണ് L365. ചാടി പഠിക്കാൻ ടൈമായി. ജയിലർ 2 നെൽസൺ ഡയറക്ട് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ സിനിമയാണ് ജയിലർ സിനിമയുടെ സീക്വലായി വരുന്ന ജയിലർ 2. പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പടത്തിന്റെ ഒരു 40% ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ജയിലർ 2 സിനിമയുടേത് പ്രധാനമായിട്ടും കേരളത്തെയും കൂടി ബേസ് ചെയ്ത് വരുന്ന ഒരു സ്റ്റോറിയാണ്. മലയാളത്തിൽ നിന്ന് ലാലേട്ടനെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, കോട്ടയം നസീർ, അന്നരാജൻ ഇവരൊക്കെയും ജയിലർ സിനിമയുടെ കാസ്റ്റിൽ വരുന്നുണ്ട്. ഇതിൽ സുരാജ് വെഞ്ഞാറമൂടൊക്കെ ലീഡ് കാസ്റ്റിലാണ് വരുന്നത്. ഇപ്പോ ജയിലർ 2 സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ജയിലറിലെ പോലെ തന്നെ ജയിലർ 2ലും ലാലേട്ടൻ ഒരു ക്യാമിയോ റോള് വരുന്നുണ്ട്. ഇത്തവണ ജയിലറിലെക്കാളും ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ ആയാണ് ലാലേട്ടൻ ജയിലർ 2ല് വരുന്നത്. എന്തായാലും ലാലേട്ടൻ ഇപ്പോ ജയിലർ 2ന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. ജയിലർ 2ലേക്ക് 15 ദിവസത്തോളം വരുന്ന ലാലേട്ടന്റെ ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അരമണിക്കൂറിനടുത്ത് ലാലേട്ടൻ ജയിലർ 2ല് ഉണ്ടാവും. രാക്ഷസൻ 2018 റിലീസായ വിഷ്ണു വിശാൽ സിനിമയായിരുന്നു രാക്ഷസൻ. സൈക്കോ ത്രില്ലർ സിനിമകളിലെ ഗോട്ട്. സൈക്കോ ത്രില്ലർ സിനിമകൾക്ക് ഒരു ടെംപ്ലേറ്റ് കൊടുത്തൊരു പടമാണ് ഈ പടം. ഇനി ഏതൊക്കെ സൈക്കോ പടങ്ങൾ വന്നാലും കമ്പയർ ചെയ്യുന്നത് രാക്ഷസനുമായിട്ടായിരിക്കും. വിക്രം, ജയൻ രവി, വിശാൽ, കാർത്തി ഉൾപ്പെടെ തമിഴിൽ 10ഓളം ആക്ടേഴ്സ് റിജക്ട് ചെയ്തൊരു സിനിമയായിരുന്നു രാക്ഷസൻ. ഇന്ന് ആ സിനിമ എത്തി നിൽക്കുന്ന ആ ഒരു ലെവലിൽ ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ. ഈ രാക്ഷസ സിനിമ വലിയ ഹിറ്റായ സമയത്ത് തന്നെ അവർ ഒഫീഷ്യലായി കൺഫേം ചെയ്തൊരു കാര്യമായിരുന്നു പടത്തിനൊരു സീക്വൽ ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ഇത്രയും വർഷമായിട്ടും ഒരറിവില്ല. എന്നാലിപ്പോ രാക്ഷസ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. രാക്ഷസൻ 2 2026 ആരംഭിക്കുന്ന ആക്ടർ വിഷ്ണു വിശാൽ ഇപ്പോ ഒഫീഷ്യലായി കൺഫേം ചെയ്തു. പറക്കും പപ്പൻ ദിലീപേട്ടൻ്റെതായിട്ട് അടുത്തതായിട്ട് വരാൻ പോകുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പറക്കും പപ്പൻ. സിനിമയുടെ ഷൂട്ട് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എന്നല്ല, ഒരു റൂമർ എന്ന് പറഞ്ഞാൽ മതി. പറക്കും പപ്പൻ സിനിമയിൽ ആക്ടർ നാനി ഉണ്ടായിരിക്കുമെന്നാണ് റൂമർ വരുന്നത്, കൺഫേം അല്ല. അന്വേഷിച്ചിട്ട് അപ്ഡേറ്റ് ക്ലിയർ ആവുകയാണെങ്കിൽ അറിയിക്കാം. AA22 ആഡ്ലി ഡയറക്ട് ചെയ്യുന്ന അല്ലു അർജുൻ സിനിമയാണ് AA22. ഇതൊരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ആക്ഷൻ ത്രില്ലർ ആണ്. 700 കോടിക്കടുത്ത് ബഡ്ജറ്റിലാണ് ഈ പടം എടുക്കാൻ പോകുന്നത്. പാൻ വേൾഡ് പടമാണ്. ഈ പാൻ വേൾഡ് എന്ന് പറയുന്ന ഒരു സംഭവം നിൽക്കുന്നത് കൊണ്ട് ഒരു ഹോളിവുഡ് കണക്ഷൻ വേണമല്ലോ. ഹോളിവുഡിൽ നിന്ന് തന്നെ ഒരാളെ തൂക്കിയിട്ടുണ്ട്. ആഡ്ലി ഡയറക്ട് ചെയ്യുന്ന അല്ലു അർജുൻ ലീഡിൽ വരുന്ന AA22 എന്ന ഈ സിനിമയിൽ വില്ലനായി എത്തുന്നത് ഹോളിവുഡിൽ നിന്നും വിൽ സ്മിത്ത് ആണ്. ഈ അപ്ഡേറ്റ് ഏറെക്കുറെ കൺഫേം ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാര്യം ഈ പടത്തിന്റെ അനൗൺസ്മെന്റ് മുമ്പ് തന്നെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ഇതൊരു ഇന്റർനാഷണൽ സബ്ജക്ട് ആയതുകൊണ്ട് വില്ലനെ ഇറക്കുന്നത് ഹോളിവുഡിൽ നിന്നാണെന്ന്. അതുകൊണ്ട് തന്നെ പടത്തിന്റെ 30% ബഡ്ജറ്റും ആ ആക്ടറിന് പോകുമെന്ന്. അതിപ്പോ ഏറെക്കുറെ കൺഫേം ആയി. AA22 സിനിമയിൽ അല്ലു അർജുന് വില്ലനായി എത്തുന്നത് വിൽ സ്മിത്ത് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂലി ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ സിനിമയാണ് കൂലി. വലിയ 1 സ്റ്റാർ കാസ്റ്റിൽ ഓഗസ്റ്റ് 14 പടം വേൾഡ് വൈഡ് റിലീസ് ആവാൻ പോകുന്നത്. ഇപ്പോ കൂലി സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ സെക്കൻഡ് സിംഗിൾ ഇന്ന് അനൗൺസ് ചെയ്തു. പേര് മോണിക്ക. പാട്ട് ജൂലൈ 11 പുറത്തുവിടും. അടുത്ത അപ്ഡേറ്റ് കൂലി സിനിമയുടെ തിയേറ്ററിക്കൽ ബിസിനസിന്റെ ഭാഗത്ത് നിന്നാണ്. ആദ്യം പടത്തിന്റെ തിയേറ്ററിക്കൽ റൈറ്റ്സ് പറയാം. പടത്തിന്റെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് 110 കോടി, ആന്ധ്ര തെലങ്കാന 44 കോടി, കർണാടക 30 കോടി, കേരള 16 കോടി, ഓവർസീസ് 85 കോടി. ഹിന്ദി ഒഴികെയുള്ള പടത്തിന്റെ മൊത്തം തിയേറ്ററിക്കൽ ബിസിനസ് എന്ന് പറയുന്നത് 286 കോടി. കൂലി സിനിമയ്ക്ക് ഒരു ഹിറ്റ് സ്റ്റാറ്റസ് എങ്കിലും കിട്ടണമെങ്കിൽ മിനിമം 600 കോടിക്ക് അടുത്തെങ്കിലും കളക്ഷൻ വേണം. പടത്തിന്റെ ബ്രേക്ക് ഈവൻ 600 കോടിയാണ്. ജനനായകൻ ദളപതി വിജയുടെ ജനനായകൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഒരു ചെറുത്. പടത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സിന്റെ ഭാഗത്ത് നിന്നാണ് അപ്ഡേറ്റ്. ജനനായകൻ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് 125 കോടിക്ക് പ്രൈം വീഡിയോ സ്വന്തമാക്കിയിട്ടുണ്ട്. പടം ജനുവരി 9 റിലീസ്, ഫെബ്രുവരിയിൽ പ്രൈമിൽ പ്രീമിയർ. സൂര്യ 46 വെങ്കി അത്ലൂരി ഡയറക്ട് ചെയ്യുന്ന നമ്മുടെ സൂര്യ പടമാണ് സൂര്യ 46. ആക്ഷന് മാസമൊന്നുമില്ല, ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി പടമാണ്. ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ ടൈറ്റിൽ സൂര്യ 46 സിനിമയുടെ ടൈറ്റിൽ ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. വിശ്വനാഥൻ ആൻഡ് സൺസ് എന്നാണ് പടത്തിന്റെ ടൈറ്റിൽ. എന്തായാലും ഒഫീഷ്യലി എവിടെയും കൺഫേം ചെയ്തിട്ടില്ല. ചില തമിഴ് TV ചാനൽ ആർട്ടിക്കിളിലാണ് സൂര്യ 46ന്റെ ഈ ടൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്.